പോലീസിന്റെ സാമർഥ്യം കൊണ്ട് പ്രതിയെ പിടിച്ചാൽ. അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല. BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ പദ്ധതിയാണെന്നും ഭക്തി വ്യക്തിപരമാണെന്നും കാട്ടിയാണ് തീരുമാനം. UP ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം. വിവരങ്ങളുമായി MG രേണുകയാണ് ചേരുന്നത്. രേണുക, ഇത് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ നിലപാട് എന്ത് എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നിരവധി തവണയായി കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴിതാ വ്യക്തത വരുത്തുകയാണ്. ഉദ്ഘാടന ചടങ്ങിൽ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന്. എന്താണ് ഇതിന് കോൺഗ്രസ് പറയുന്ന കാര്യം? അതെ അഭിലാഷ്, ഈ ക്ഷണം ലഭിച്ചതു മുതൽ കോൺഗ്രസ് നേരിടുന്ന വിമർശനത്തിന് ഒപ്പം ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധിക്ക് ഒരു അവസാനമുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വാർത്താക്കുറിപ്പിലൂടെയാണ് കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ, ഈ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കാൻ RSSും BJPയും ശ്രമിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി എടുത്തിരിക്കുന്നത്. 2019 കോടതി വിധിയെ മാനിക്കുന്നു, രാമനെ ആരാധിക്കുന്ന ജനങ്ങളുടെ വികാരം മാനിക്കുന്നു. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അപൂർണമായ ക്ഷേത്രത്തിന്റെ, പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നമുക്കറിയാം, അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൗധരി, ഇവർക്കാണ്, ഈ 3 പേർക്കാണ് ക്ഷണം ലഭിച്ചിരുന്നത്. ട്രസ്റ്റ് അംഗങ്ങൾ നേരിട്ടെത്തിയാണ് ഇവരെ ക്ഷണിച്ചത്. പക്ഷേ കോൺഗ്രസിന് ക്ഷണം ലഭിച്ച് ഇത്രയും ദിവസമായതിനും ശേഷവും അതിലൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളായ CPMഉം തൃണമൂൽ കോൺഗ്രസും ലീഗും ഒക്കെ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കോൺഗ്രസിന് വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. മതം എന്നത് വ്യക്തിപരമായ വിഷയമാണ്. കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഇതിൽ പങ്കെടുക്കില്ല. അതിന്റെ അർത്ഥം ഒരുപക്ഷെ വ്യക്തികൾ എന്ന നിലയിൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോ മറ്റോ വിലക്കില്ല. പക്ഷേ പാർട്ടി ഔദ്യോഗികമായ ആ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നത് തന്നെയാണ്. അങ്ങനെ ആ പ്രതിസന്ധിക്ക് ഒരു തീരുമാനം, അല്ലെങ്കിൽ അതിന് ഒരു അറുതി വരുത്തിയിരിക്കുന്നു കോൺഗ്രസ്. ഒപ്പം ഇത് ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമായി കൂടി കാണാം. കാരണം മറ്റ് പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നതിന് സമാനമായ ഒരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ 2ാം ജോഡോ യാത്ര, ന്യായ് യാത്ര ഒക്കെ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 22ലേത് രാഷ്ട്രീയ ചടങ്ങാണ്, അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് പറയുന്നു. അപ്പോൾ അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് ഇനി ഈ നിലയിലായിരിക്കും അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്. പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം തിരക്ക് പിടിച്ച് നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന ഒരു ന്യായീകരണവും കോൺഗ്രസ് നൽകും. രേണുക, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതായത് കോൺഗ്രസിനകത്ത് തന്നെ നേതാക്കൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പല പ്രമുഖരായ നേതാക്കളും ഈ ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത് BJP അല്ല, അതൊരു ട്രസ്റ്റാണ്. ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ചടങ്ങുകളിലേക്ക് ക്ഷണം ലഭിക്കുന്നത് വ്യക്തിപരമായി കൂടിയാണ്. കഴിഞ്ഞ ദിവസമാണല്ലോ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അടക്കം ചോദിച്ചത്, ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതേസമയം AICC ആണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത്തരം എതിർപ്പുകൾ ഒരു പക്ഷേ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇനിയും ഉണ്ടാകാൻ സാധ്യതയില്ലേ? എന്തായാലും ഔദ്യോഗികമായ തീരുമാനം കോൺഗ്രസ് ഇപ്പോഴാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒരു വിധത്തിലുള്ള ആശയവിനിമയത്തിന് ശേഷമായിരിക്കും കോൺഗ്രസ് ഇത്തരം ഒരു തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടാകാൻ ഇടയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവിടെ നോക്കൂ, ആരെയും തടയുന്നില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള ചടങ്ങാണ്, മതം വ്യക്തിപരമാണ്. 2019 കോടതി വിധിയെ മാനിക്കുന്നുണ്ട്, രാമനെ ആരാധിക്കുന്ന ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്നു. പക്ഷേ ബഹുമാനാർത്ഥം തന്നെ ഇത് ഞങ്ങൾ നിരസിക്കുകയാണ് എന്ന തരത്തിൽ ഒരു നിലപാടെടുക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് നേതാവ് M. ലിജു ചേരുന്നുണ്ട്. ലിജു, ആദ്യം